ഹലോ ഹലോ. ആ ഇപ്പൊ കേക്കാവോ? അതെ, ഞാൻ ഫോട്ടോഷൂട്ടിന്റെ തിരക്കിലായിരുന്നു. അതാ ഫോൺ എടുക്കാൻ പറ്റായിരുന്നേ. ആ അതെ 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 അതെ. എന്തെങ്കിലും സംശയം തോന്നിയാലേ വണ്ടി നിർത്തി പഴഞ്ചിര അമ്പലത്തിലേക്കുള്ള വഴി ചോദിച്ചാൽ മതി. ആ ദേ വേഗം വാ, കല്യാണം ഇപ്പൊ കഴിയും. നിന്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു? ഇല്ല. നിനക്ക് വല്ല വട്ടുണ്ടോ? ആ ഫോട്ടോഗ്രാഫർ പറയുന്നത് പോലെയൊക്കെ നിന്നു കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? എല്ലാരും നീ കാണിക്കുന്ന കോമാളിത്തരം കണ്ട് കളിയാക്കി ചിരിക്കുമായിരുന്നു. അത് സാരമില്ല. ഞാനതൊക്കെ ചെയ്യുന്നതേ നാട്ടുകാരെ സന്തോഷിപ്പിക്കാനല്ല, എന്റെ ഭാര്യയാൻ പോകുന്ന കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാ. അവള് ഹാപ്പിയല്ലേ, എനിക്കത് മതി. ഞാൻ മറന്നു, നിനക്കൊരു ഡോക്ടറിന്റെ ഭാര്യയായി കിട്ടിയിരിക്കുവല്ലേ. ചിലപ്പോ അവള് തുണിയില്ലാതെ പോസ് ചെയ്യാൻ പറഞ്ഞ നീ അതും ചെയ്യും. നിനക്കിപ്പോ എന്തിന്റെ കുഴപ്പം സ്വപ്നെ? നീ ചുറ്റും ഒന്ന് നോക്കിക്കേ. നമ്മുടെ രണ്ടുപേരുടെ കുടുംബങ്ങളും സന്തോഷിക്കുക. ഞാനും മഹിമയും ഒരുമിക്കണമെന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച ഒരുപാട് പേര് ഈ കല്യാണം കാണാൻ വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ നടുവിലാ നീ നിൽക്കുന്നേ. പഴയ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഇത്രയും പകയോടെ പെരുമാറുന്ന കഷ്ടമാ. പകരം ചോദിക്കാനോ നിന്നോടോ? അതിനുള്ള ആളെന്ന് നീ ആയിട്ടില്ല മുകുന്ദ. ഞാൻ തിരഞ്ഞെടുക്കുന്ന ശത്രുക്കൾക്ക് ഒരു മിനിമം സ്റ്റാൻഡേർഡ് വേണം. നിനക്കതില്ല. പിന്നെ ഞാനെന്തിനാ നിന്നോട് പകരം വിട്ടാ നടക്കുന്നത്?